വീണ്ടും വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനം ഓഗസ്റ്റ് 29 മുതൽ 29-30 തീയതികളിലായി ജപ്പാൻ സന്ദർശിക്കും. 15ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് സന്ദർശനം. ചൈനയിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത് ചേർന്നുണ്ട്. ശ്രീകാന്ത്, എത്രത്തോളം നിർണായകമാണ് പ്രധാനമന്ത്രിയുടെ ജപ്പാൻ സന്ദർശനം? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ സന്ദർശനത്തിന് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ മാസം അവസാനം ജപ്പാൻ സന്ദർശിക്കും എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അത് ഈ അമേരിക്കൻ തീരുവ യുദ്ധമൊക്കെ നടക്കുന്ന പശ്ചാത്തലത്തിൽ സുഹൃത്ത് രാജ്യങ്ങളുമായി കൂടുതൽ അടുക്കുക. ഇന്ത്യയുടെ പരമ്പരാഗതമായ ഇന്ത്യയുടെ സുഹൃത്തുക്കളുണ്ട്. അത് റഷ്യ, ഇസ്രയേൽ, അതോടൊപ്പം ജപ്പാൻ, അങ്ങനെ ഇന്ത്യയുടെ പരമ്പരാഗത സുഹൃത്തുക്കളുമായി വളരെ അടുക്കുക എന്നുള്ള ഇന്ത്യയുടെ ഒരു തന്ത്രം, അതൊരു സ്ട്രാറ്റജിയാണ്. അത് ഇന്ത്യ വീണ്ടും പുറത്തെടുക്കുന്നു എന്ന് മനസ്സിലാക്കണം. ജപ്പാനിലേക്ക് പോകുന്നു പ്രധാനമന്ത്രി. ഓഗസ്റ്റ് 29-നും 30-നും നടക്കുന്ന 15ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇഷിബ പ്രധാനമന്ത്രി ആയതിനു ശേഷം നരേന്ദ്രമോദിയുമായി വേദി പങ്കിടുന്ന ആദ്യ ഉച്ചകോടി കൂടിയാണ് ഇത് എന്നുള്ളത് വ്യക്തമാകുന്നു. പ്രതിരോധം, സുരക്ഷാ, വ്യാപാരം, സമ്പദ് വ്യവസ്ഥ, സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടക്കും എന്നുള്ളതും ഇതോടൊപ്പം എടുത്തു പറയേണ്ടതാണ്. ഓഗസ്റ്റ് 31-നും സെപ്റ്റംബർ 1-നും ടിയാൻജിനിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ചൈനയിലും എത്തുന്നുണ്ട്. അതായത് ഒരു വശത്ത് തീരുവ യുദ്ധത്തിലൂടെ ഇന്ത്യയെ വരിഞ്ഞു മുറുക്കാൻ US ശ്രമിക്കുകയാണെങ്കിൽ മറുവശത്ത് ശത്രുക്കളുമായി പോലും കൈകൊടുത്തുകൊണ്ടും ഒപ്പം തന്നെ പരമ്പരാഗത സുഹൃത്ത് രാഷ്ട്രങ്ങളെ ചേർത്ത് നിർത്തിയും ഇന്ത്യ ഇത് മറികടക്കാൻ ശ്രമിക്കുകയാണ്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.